പ്രിയ വിദ്യാർത്ഥികൾക്ക് C++ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രോഗ്രാം എഴുതിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ സ്ഥിരം പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളൊരു പ്രോഗ്രാം തുടങ്ങിയാണ്. #include IOStream. അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസിങ് നെയിം സ്പേസ് std നെയിം സ്പേസ് ഡിക്ലറേഷൻ ആണത്. അതിനുശേഷം നമ്മൾ ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ അതിൻ്റെ ഹെഡർ കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ പല സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്തിനുള്ള പ്രോഗ്രാം ആണെന്ന്, അല്ലേ? അപ്പോൾ ഈ പ്രോഗ്രാം എന്തിനാണ് എന്നുള്ള ഒരു കമന്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കമന്റ് ആയിട്ട്, സിംഗിൾ ലൈൻ കമന്റ് ആയിട്ട്, ദിസ് പ്രോഗ്രാം കാൽക്കുലേറ്റ്സ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തു. അത് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ഫോർ ദ യൂസർ, നോട്ട് ഫോർ ദ കമ്പൈലർ. കമന്റ് ആണ്. നമ്മൾ ഈ ഏരിയയും പെരിമീറ്ററും കാണണമെന്നുണ്ടെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തുമാണ് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യണം. ഇപ്പൊ ഇൻറ്റ് ഏരിയ പെരിമീറ്റർ, രണ്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അത് രണ്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വേരിയബിളുകൾ വേണം. അപ്പം അതും ഇൻറ്റീജർ ടൈപ്പിലുള്ള വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യാം. ഇനി ഫ്ലോട്ട് വേരിയബിൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ച് ഇൻറ്റ് ഏരിയ പെരിമീറ്റർ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ഇൻപുട്ട് ചെയ്യണം. ഇപ്പം എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടത് എന്ന് യൂസറിന് ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുകയാണ്. cout enter the length and breadth. അതിനുശേഷം നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. cin greater than length greater than breadth. നമ്മൾ വേരിയബിൾസ് അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ലെങ്തും ബ്രെഡ്ത്തും റീഡ് ചെയ്തു. ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതേപോലെ തന്നെ പെരിമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്, അത് നമ്മൾ കൊടുക്കുന്നു. ഇപ്പം ഈ രണ്ട് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലും പെരിമീറ്റർ എന്ന് പറയുന്ന വേരിയബിളിലും ഉണ്ട്. ഇനി നമ്മളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് cout സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കുന്നു. cout ലെസ് ദാൻ ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ പ്രിന്റ് ചെയ്യുന്നു. അതിന് ആ വേരിയബിൾ കൊടുക്കുന്നു. അതുപോലെ cout ലെസ് ദാൻ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു, അത് ഡബിൾ കൊട്ടേഷനിലാണ് കൊടുത്തേക്കുന്നത്, അത് കോൺസ്റ്റന്റ് ആണ്, സ്ട്രിംഗ് ലിറ്ററിലാണ്. ലെസ് ദാൻ പെരിമീറ്റർ. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റിട്ടേൺ 0 എന്ന് കൊടുത്തു. നമ്മൾ കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പ്രോഗ്രാം സേവ് ചെയ്യുന്നു. പ്രോഗ്രാം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സേവ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പേര് നമ്മൾ ശ്രദ്ധിക്കാം. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, ബട്ട് എക്സ്റ്റൻഷൻ ഉണ്ടാവണം. .cpp എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കണം. ആ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം സേവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കമ്പൈൽ ചെയ്യണം. ഇപ്പൊ കമ്പൈൽ ചെയ്തിട്ട് എന്തെങ്കിലും എററുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാം. ആ കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കമ്പൈൽ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ cout ലെസ് ദാൻ വേണ്ടടുത്ത് ചിലപ്പോൾ നമ്മൾ ലെസ് ദാൻ മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ തെറ്റി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കമ്പൈൽ ചെയ്യുക, കറക്റ്റ് ഓബ്ജക്ട് കോഡ് ജനറേറ്റ് ചെയ്യുക, ദെൻ ബിൽഡ് ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ നമ്മളോട് ഇൻപുട്ട് ദ ലെങ്ത് ബ്രെഡ്ത്ത് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും ഇൻപുട്ട് ചെയ്യുന്നു ആൻഡ് യു ഗെറ്റ് ദ വാല്യൂസ്. ലെങ്തിന് നമ്മൾ 10 എന്ന് കൊടുത്തു, ബ്രെഡ്ത്ത് 12 കൊടുത്തു. അങ്ങനെ നമുക്ക് 12 × 10 120 എന്നുള്ള ഏരിയ കിട്ടി. അതുപോലെ തന്നെ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 44 എന്നും കിട്ടുന്നു. ഇനി നമുക്ക് മറ്റൊരു പ്രോഗ്രാം ചെയ്യാം. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ സ്കോർ ഇൻപുട്ട് ചെയ്യുന്നു. ആ ഇൻപുട്ട് ചെയ്ത സ്കോറിനെ ബേസ് ചെയ്തിട്ട് സ്റ്റുഡന്റ് പാസ്സായോ ഇല്ലയോ, അല്ലെങ്കിൽ പാസ്സായോ എന്നാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ നേരത്തെ ചെയ്ത പ്രോഗ്രാം പോലെ തന്നെ നമ്മൾ ഇവിടെയും IOStream എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. #include IOStream യൂസിങ് നെയിം സ്പേസ് std
ഇൻറ്റ് മെയിൻ, ഇതെല്ലാം എല്ലാ പ്രോഗ്രാമിലും കോമൺ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അതാണ് നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞേക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് സ്കോർ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഈ സ്കോർ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റർ ദ സ്കോർ ഓഫ് സബ്ജക്ട്, ഒരു സബ്ജക്റ്റിന്റെ സ്കോർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് മെസ്സേജ് ജനറേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം സ്കോർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ വാല്യൂ റീഡ് ചെയ്യും, സി ഇൻ ഗ്രേറ്റർ ദാൻ സ്കോർ. അപ്പോൾ കമ്പ്യൂട്ടറിൽ സ്കോർ എന്ന് പറയുന്ന വാല്യൂ എൻറ്റേർഡ് ആയി. ഇനി എന്ത് ചെയ്യും? പാസ് ആയോ ഇല്ലയോ എന്ന് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ് ആയി എന്ന് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണം. ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുക്കേണ്ടത്. അപ്പൊ സ്കോറിന്റെ വാല്യൂ 18-ൽ കൂടുതലാണെങ്കിൽ, 18ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ സ്റ്റുഡന്റ് ഹാസ് പാസ്ഡ് എന്ന മെസ്സേജ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിനനുസരിച്ച് കൺട്രോള് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ യു ഹാവ് പാസ്ഡ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഹാസ് പാസ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവണമെന്നില്ല. കാരണം സ്കോറിന്റെ വാല്യൂ 18 താഴെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ്, ഈ കമ്പാരിസണിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓൾട്ടർ ചെയ്യപ്പെടുകയാണ്, ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് പറയുന്ന പേര് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാ പറയാ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 അങ്ങനെയാണെങ്കിൽ സി ഔട്ട് സ്റ്റുഡന്റ് ഹാസ് പാസ്ഡ്, അല്ലെങ്കിൽ നമ്മളൊന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രോഗ്രാം എഴുതാം. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. സേവ് ചെയ്തതിന് ശേഷം കമ്പൈൽ ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഇവിടെയും നമ്മൾ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, .cpp എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം. അപ്പോൾ പാസ് ചെക്ക് .cpp എന്നാണ് ഞാൻ പ്രോഗ്രാമിന് പേര് കൊടുത്തേക്കുന്നത്. അത് കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ ദ സ്കോർ ഓഫ് സബ്ജക്ട് എന്ന് ഒരു പ്രോംപ്റ്റ് വരുന്നു. അവിടെ നമ്മൾ സ്കോർ കൊടുക്കുന്നു, 18 എന്ന് കൊടുത്തു. അപ്പോൾ സ്റ്റുഡന്റ് ഹാസ് പാസ്ഡ് എന്ന് നമുക്ക് റിസൾട്ട് കിട്ടി. ഇനി നമ്മൾ 18 താഴെയുള്ള ഒരു വാല്യൂ കൊടുത്തു, 15 എന്ന് കൊടുത്തു നോക്കുക, നമുക്ക് ഒരു ഔട്ട്പുട്ടും കിട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും? അവിടെ നമ്മൾ 18-ൽ താഴെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. നമുക്ക് ഈ പ്രോഗ്രാം വേണമെങ്കിൽ കുറച്ച് മോഡിഫൈ ചെയ്യാം. ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 18 അതിനുള്ളിൽ സ്റ്റുഡന്റ് ഹാസ് പാസ്ഡ് എന്ന് കൊടുത്തു. എൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി എഴുതിയിട്ട് സ്റ്റുഡന്റ് ഹാസ് ഫെയിൽഡ് എന്ന് കൊടുക്കും. അപ്പം പാസ് ആയിട്ടുണ്ടെങ്കിൽ 18-ൽ കൂടുതലാണെങ്കിൽ പാസ്സായി എന്നും 18-ൽ താഴെയാണെങ്കിൽ സ്റ്റുഡന്റ് ഫെയിൽ ആയി എന്നുള്ള റിസൾട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചെയ്തത് നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനിലെ ഓൾട്ടറേഷൻ നടത്തിയേക്കാണ്, മാറ്റം വരുത്തിയേക്കാണ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് ഇനി വേറെ ഒരു തരം സ്റ്റേറ്റ്മെന്റുകളും കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ് ചെയ്ത്. മറ്റൊരു തരം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. സാധാരണ ഒരു C++ പ്രോഗ്രാം സ്റ്റാർട്ടിംഗ് ഇൻസ്ട്രക്ഷൻ മുതൽ എൻഡിങ് ഇൻസ്ട്രക്ഷൻ വരെ സീക്വൻഷ്യൽ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ആ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചില സ്റ്റേറ്റ്മെന്റുകൾ സെലക്റ്റീവ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രത്യേക സ്റ്റേറ്റ്മെന്റുകൾക്ക് പറയുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പൊ അതില് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ those statements that alter the normal flow of execution of a program. ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ നോർമൽ ഫ്ലോയിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകൾ. 2 തരം കൺട്രോൾ സ്റ്റേറ്റ്മെന്റുകളാണ് ഒരു C++ പ്രോഗ്രാം സാധാരണയായിട്ട് ഉപയോഗിക്കുക. അതിലൊന്ന് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ദ സെക്കൻഡ് വൺ ഈസ് ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. നമുക്കിന്ന് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് കാണാം. ഡിസിഷൻ സ്റ്റേറ്റ്മെന്റുകൾ തന്നെ 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, മറ്റൊന്ന് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇപ്പൊ 2 തരം സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്
സെലക്ഷൻ പെർഫോം ചെയ്യാം, ഡിസിഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് C++ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ if സ്റ്റേറ്റ്മെന്റ്. if സ്റ്റേറ്റ്മെന്റിന് തന്നെ 3 ഡിഫറെന്റ് ഫോമുകളുണ്ട്. ഒന്നാമത്തെ if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട പ്രോഗ്രാമിൽ കണ്ട അത് നമ്മൾ റീകോൾ ചെയ്യുകയാണെങ്കിൽ the program statement was like this: if score greater than 80, cout student has passed. And we are not talking about what if score is less than 80. Score less than 18 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് if the condition is true. അപ്പോൾ അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാ വരിക: if condition അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. ഓക്കെ, അത് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ യു ഹാവ് ടു യൂസ് ദ കേർലി ബ്രേസ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ വേണമെങ്കിൽ നമുക്ക് കേർലി ബ്രേസ് ഇഗ്നോർ ചെയ്യാം, ഒഴിവാക്കാം. സോ യൂസിങ് ദിസ് സിന്റാക്സ് യു ക്യാൻ റൈറ്റ് ദ if സ്റ്റേറ്റ്മെന്റ്. ആ എക്സാമ്പിൾ നമ്മൾ അത് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ സിന്റാക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് എക്സാമ്പിൾ വേണേലും എഴുതാൻ പറ്റും. ഇവിടെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന പാർട്ട് മാത്രമേ ഉള്ളൂ. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇഫിന്റെ രണ്ടാമത്തെ ഫോം ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ 2 പാർട്ടുണ്ട്. ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ, വാട്ട് ഷുഡ് ബി ഡൺ, അതർവൈസ് എന്ത് ചെയ്യണം. അങ്ങനെ 2 ഭാഗങ്ങൾ വരുന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പ്രോഗ്രാമിനെ ഓൾട്ടർ ചെയ്ത് മറ്റൊരു രീതിയിലാക്കിയായിരുന്നു അല്ലേ. സ്കോർ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ സ്റ്റുഡന്റ് ഹാസ് പാസ്ഡ്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഹാസ് ഫെയിൽഡ്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റിയിരുന്നു. ഇവിടെ 2 ഭാഗം വന്നിട്ടുണ്ട്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിന്റെ സിന്റാക്സ് എങ്ങനെ വരും? ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് if condition statement block 1 else statement block 2. Okay, so if the condition is true, then first statement block will be executed, and if the condition is false, the second statement block will be executed. If you draw the flowchart of this statement, it will be something like this. The condition is evaluated. If it is true, you go to the statement block 1. If it is false, go to the statement block 2, and then either of the statement block, 2 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കും ഒരിക്കലും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് മീൻസ് ദ കൺട്രോൾ ഇസ് ട്രാൻസ്ഫേർഡ് ത്രൂ വൺ ഓഫ് ദ പാത്ത്. 2 പാത്തിൽ ഏതെങ്കിലും ഒരു പാത്തിൽ കൂടെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് if else ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതേ സിറ്റുവേഷൻ ഫോളോ ചെയ്യുന്ന പല പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതിലൊന്നാണ് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം. അപ്പോൾ നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണെന്ന് നോക്കുന്നു. ബേസ്ഡ് ഓൺ ദ റിമൈൻഡർ 1 ആണെങ്കിൽ ഓഡ് നമ്പർ, റിമൈൻഡർ 0 ആണെങ്കിൽ ഈവൻ നമ്പർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാം എഴുതാൻ പറ്റും. അതുപോലെ മറ്റൊന്നാണ് 2 കുട്ടികളുടെ ഹൈറ്റ് റീഡ് ചെയ്യുക, എന്നിട്ട് അതിൽ ഏത് കുട്ടിയാണ് ടോളർ സ്റ്റുഡന്റ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ഇതൊക്കെ നമുക്ക് if else എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ്. അതൊക്കെ നമ്മൾക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ഒരു if സ്റ്റേറ്റ്മെന്റിനുള്ളിൽ മറ്റൊരു if സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ സ്കോർ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് പ്രിന്റ് ചെയ്തു. നമ്മൾ വീണ്ടും ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യാണ്. ഈ 54 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ വിത്ത് A+ ഗ്രേഡ് എന്നും കൂടി നമുക്ക് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ യു ഹാവ് പാസ്ഡ് വിത്ത് A+. ഈ 18നും 53നും ഇടയിലാണ് മാർക്കെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് മാത്രം മെസ്സേജ് വരും. ഇനി 54 കൂടുതലുണ്ടെങ്കിൽ 18ന് മേളിലാണ്, 54നും മേളിലാണെങ്കിൽ പാസ്ഡ് വിത്ത് A ഗ്രേഡ് എന്നുള്ള മെസ്സേജ് കിട്ടണം. അപ്പോൾ അതിനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മളൊരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. if score greater than or equal to 18, cout you have passed. അവിടെ നമ്മൾ വേറൊരു if സ്റ്റേറ്റ്മെന്റ് കൂടി ഉപയോഗിക്കുകയാണ്. if score greater than 54, cout with A+ ഗ്രേഡ്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ആ ഔട്ടർ ഇഫിന്റെ ആദ്യം എഴുതിയ ഇഫിന്റെ എൽസ് പാർട്ട് എഴുതുകയാണ്. അവിടെ നമ്മൾ cout you have failed എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കേളി ബ്രേസസ് ഒക്കെ ഇടുന്ന വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരു if സ്റ്റേറ്റ്മെന്റിന് താഴെയായിട്ട് എൽസ് വന്നിട്ടുണ്ടെങ്കിൽ
അത് സ്വാഭാവികമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ എൽസ് പാർട്ട് ആയിട്ടായിരിക്കും. അപ്പോൾ അതല്ല എന്ന് നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ബ്രേസുകൾ, കേളി ബ്രേസുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇഫ് ഓപ്പൺ ചെയ്യുന്നു, അതിന് കേളി ബ്രേസ് ഇട്ട് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം അതിനകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കൊടുക്കുന്നു. അപ്പോൾ ആ ഇഫ് സ്റ്റേറ്റ്മെന്റിനുള്ളിലാണ് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത്. ഇങ്ങനെ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഇഫിന്റെ കേസ് പറയുമ്പോൾ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഉള്ളിലുള്ള ഇഫ് സ്റ്റേറ്റ്മെന്റിനെ ഇന്നർ ഇഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നർ ഇഫ്, അകത്തുള്ള ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഓർ അതാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ്. സോ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് an if statement within another if statement. ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകൾ നമുക്ക് എഴുതാൻ പറ്റും. ഒരു ഇഫിനുള്ളിൽ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുന്ന രീതിയിൽ ഇപ്പോൾ 3 നമ്പേഴ്സ് തന്നിട്ട് അതിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പണ്ട് നമ്മളൊരു അൽഗരിതം എഴുതിയിട്ടുണ്ട്. ആ അൽഗരിതം ഫോളോ ചെയ്തുകൊണ്ട് അതിൽ ബെറ്റർ ആയിട്ടുള്ള അൽഗരിതം എന്ന് പറയുന്നത് നെസ്റ്റഡ് ഇഫ് ഉപയോഗിക്കുന്ന അൽഗരിതമാണ്. അപ്പോൾ അത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നെസ്റ്റഡ് ഇഫ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ആൻ അസൈൻമെന്റ്. ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് 3 numbers യൂസിങ് നെസ്റ്റഡ് ഇഫ്. ഓക്കെ, അപ്പോൾ അതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാമത്തെ ഫോമാണ് നമ്മൾ കണ്ടത്, ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഇനി ഇഫ് സ്റ്റേറ്റ്മെന്റിന് മൂന്നാമതൊരു ഫോമും കൂടി ഉണ്ട്, എൽസ് ഇഫ് ലാഡർ എന്നാ പറയുക. അപ്പൊ ഇവിടെ സപ്പോസ് യു ആർ ടു ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ എ നമ്പർ ഓഫ് കണ്ടീഷൻസ്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്, പല കണ്ടീഷനെ ബേസ് ചെയ്ത്. അതിനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഗ്രേഡ് തീരുമാനിക്കുന്ന ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. 90 മാർക്കിൽ കൂടുതലാണെങ്കിൽ എ പ്ലസ്, അതായത് 90% മേലിലാണെങ്കിൽ എ പ്ലസ് എന്ന് പറയും. 80ക്കും 90ക്കും ഇടയിലാണെങ്കിൽ എ ഗ്രേഡ്, 70ക്കും 80ക്കും ഇടയിലാണെങ്കിൽ ബി പ്ലസ്, 60ക്കും 70ക്കും ഇടയിലാണെങ്കിൽ ബി, 50ക്കും 60ക്കും ഇടയിലാണെങ്കിൽ സി പ്ലസ്, 40ക്കും 50ക്കും ഇടയിലാണെങ്കിൽ സി, ഇനി 30ക്കും 40ക്കും ഇടയിലാണെങ്കിൽ ഡി പ്ലസ്. അതിൽ താഴെയാണെങ്കിൽ 30യിൽ താഴെയാണെങ്കിൽ ഫെയിൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ പല കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, ട്രൂ ആണെങ്കിൽ ഡു സംതിങ്, ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, ഡു സംതിങ്, അല്ലെ, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. വീണ്ടും ഫോൾസ് ആണെങ്കിൽ മറ്റൊരു കണ്ടീഷനിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. അപ്പൊ അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്: ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 അല്ലെങ്കിൽ കണ്ടീഷൻ 2 എന്ന് നമുക്ക് പറയാം, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2, എൽസ് ഇഫ് കണ്ടീഷൻ 3 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3. ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. എത്ര കണ്ടീഷൻസ് ഉണ്ടോ അത്രയും കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്തു. നമ്മൾ nth കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് പറയാം, ഈ എൽസ് ഇഫ് കണ്ടീഷൻ n സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n. ഇനി അതും ട്രൂ ആവുന്നില്ല എങ്കിൽ, എന്ത് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ ഒരു എൽസ് പാർട്ട് കൂടി വരുന്നു അവിടെ, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എൽസ്. ഈ രീതിയിൽ നമുക്ക് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. ഇതിന് പറയുന്ന പേര് എൽസ് ഇഫ് ലാഡർ എന്ന് പറയാം. ഇഫ് യു ലുക്ക് അറ്റ് ദ വേ ഇറ്റ് ഇസ് റിട്ടൺ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ ലാഡർ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇറങ്ങി വരുന്ന ഒരു ലാഡർ പോലെ തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എൽസ് ഇഫ് ലാഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇഫ് സ്കോർ ആണ് നോക്കുന്നതെങ്കിൽ, ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 90 സി ഔട്ട് എ പ്ലസ്, എൽസ് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 80. ഈ 90 പ്ലസ് ആണെങ്കിൽ, 90 കൂടുതലാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് കിട്ടി. അതല്ലെങ്കിൽ മാത്രമേ 80ക്ക് മേളിലാണോ എന്ന് നോക്കുന്നുള്ളൂ. അപ്പം 90ക്ക് താഴെയാണെങ്കിൽ മാത്രമേ 80ക്ക് മേളിലാണോ നോക്കുന്നു, സി ഔട്ട് എ ഗ്രേഡ്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എൽസ് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 30 വരെ എത്തുന്നു. അതിൽ സി ഔട്ട് ഗ്രേഡ് ഡി പ്ലസ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. അതുമല്ലെങ്കിൽ, അതായത് എൽസ് ഫെയിൽഡ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റും. ഇങ്ങനെ 3 ഫോർമാറ്റിലാണ് ഇഫ് സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് സിമ്പിൾ ഇഫ്, 2 ഇഫ് എൽസ്, 3 എൽസ് ഇഫ് ലാഡർ. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് മാത്രമല്ല, ഈ എൽസ് ഇഫ് ലാഡറും സ്വിച്ചും തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്, ചില ഡിഫറൻസുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. So see you in the next class. Thank you for watching my class. Bye bye.